തിരുവനന്തപുരം പട്ടത്ത് ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ച് തീപിടിച്ച ഒരാൾ മരിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഓട്ടോയിൽ ഉണ്ടായിരുന്നയാളാണ് മരിച്ചത്. അപകടത്തിൽ മറ്റ് 4 പേർക്ക് പരിക്കുണ്ട്. ഇന്ന് പുലർച്ചെ 3:30 പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമായിരുന്നു ഈ അപകടം ഉണ്ടായത്. കാറും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് ഈ ഒരു അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? ഈ 3 വാഹനങ്ങളാണ് ഇപ്പോൾ കൂട്ടിയിടിച്ച് തീപിടിച്ചത്. എന്താണ് സംഭവിച്ചത്? പട്ടം സെന്റ് മേരീസ് സ്കൂളിന് തൊട്ടടുത്തായുള്ള സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഓട്ടോറിക്ഷ തൊട്ടപ്പുറം കിടപ്പുണ്ട്. ആ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ വേർപെട്ട നിലയിലാണ്. ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ തീപിടുത്തത്തിൽ മരണപ്പെട്ടത്. കൂട്ടിയിടിച്ച വഴി ഓട്ടോയ്ക്ക് തീപിടിക്കുകയായിരുന്നു. ആ ഇടിച്ച ആഘാതത്തിൽ പരിക്കേറ്റ് ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ തന്നെ ഇരുന്ന ആളാണ് മരിച്ചത്. പുറത്തേക്ക് ഇറങ്ങാൻ പോലുമുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ഈ പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനാലാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നത്. പുറത്ത് എഞ്ചിൻ വേർപെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, തൊട്ടപ്പുറയായി ഈ അപകടം സംഭവിച്ച കാറും അതോടൊപ്പം തന്നെ ആ കാറ് പോയി ഇടിച്ച മറ്റൊരു സ്കൂട്ടറുമുണ്ട്. അത് തൊട്ടപ്പുറത്തായി കിടക്കുന്നുണ്ട്. ഈ ബൈക്കിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് പരിക്കുണ്ട്, പക്ഷേ അത്ര ഗുരുതരമായ പരിക്കല്ല. അവരെ 2 പേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാറ് ഓടിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ആളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്തൊക്കെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. എങ്കിലും ഈ അപകടം നടന്നതിന് ഒരു 100 മീറ്റർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും CCTV-കൾ ഇല്ല എന്നതിനാൽ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ സമയത്ത് ഇതിലെ കടന്നുപോയ ആളുകളാണ് വാഹനത്തിൽ തീപിടിച്ചത് കണ്ടത്. ഈ പുലർച്ചെ 3 മണിയായതിനാൽ തന്നെ മറ്റ് ആളുകളാരും ഈ അപകടം നടന്ന സമയത്ത് നേരിട്ട് കാണാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഈ ബൈക്കിലെത്തിയ ആളുകളാണ് എന്ന് തോന്നുന്നു. ബൈക്കിൽ എന്റെ ഉടമസ്ഥരാണെന്ന് തോന്നുന്നു. 2 ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബൈക്കിന്റെ ആളുകളാണ്? ബൈക്കിന്റെ അല്ല, സ്കൂട്ടറിന്റെ. നിങ്ങളുടെ വാഹനത്തിനുണ്ട് വന്നിടിക്കുകയായിരുന്നു? ഒരു ഓട്ടോ വന്ന്, കാറ് വന്ന് ഇടിച്ച്, ഓട്ടോ വന്ന് നേരെ സ്കൂട്ടിയിൽ വന്ന് ഇടിച്ചു. അപ്പൊ തന്നെ മറിഞ്ഞ് സ്കിഡ് അയച്ചു വീണെന്നാണ് പറഞ്ഞ രാവിലെ. ഇത് ആരുടെ വണ്ടിയാണ് ഈ സ്കൂട്ടിന്റെ? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അവന്റെ അമ്മയും പിന്നെ അവന്റെ അച്ഛനും കൂടെയാണ് വന്നപ്പോഴത്തേക്കും, പട്ടത്ത് രാവിലെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ സംഭവം നടന്നതെന്നല്ല അറിഞ്ഞത്. അവന്റെ അമ്മയ്ക്ക് കുറച്ച് സീനുണ്ട്, അച്ഛന് കുറച്ച് തലയും പൊട്ടി. നമ്മൾ ആദ്യം അറിഞ്ഞിരുന്നത് ഈ വണ്ടിയിൽ 2 യുവാക്കളായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയല്ലേ? വേറെ നിങ്ങൾക്കറിയാവുന്ന ആരൊക്കെയായിരുന്നു? ഇത് എന്റെ ഫ്രണ്ടിന്റെ അമ്മയും പിന്നെ അമ്മയുടെ ചേട്ടനും ആയിരുന്നു. അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവർക്ക് മെഡിക്കൽ കോളേജ് അഡ്മിറ്റ്. അവന്റെ അമ്മ നട്ടല് കുറച്ച് പൊട്ടലും പിന്നെ തല കുറച്ച് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു വീട്ടുകാർക്ക് എന്താ പറയുന്നത്? എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്നാ പറയുന്നത്? അതങ്ങനെ പറയത്തില്ല. രാവിലെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആക്സിഡന്റ് ആയി, പട്ടത്ത് ആക്സിഡന്റ് ആയെന്ന് മാത്രം വിളിച്ച് പറഞ്ഞോളൂ പോലീസിൽ നിന്ന്. അങ്ങനെ പെട്ടെന്ന് വന്നതാണ്. പിന്നെ ഇവിടെ എന്തോ ഇത് മെഡിക്കൽ കോളേജിൽ പൈസയാണ് അത്യാവശ്യം. അതിനിപ്പോ പൈസ അന്വേഷിക്കാൻ വന്നതാണ് ഇവിടെ. ജയലക്ഷ്മി, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തുണ്ട്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞത് അനുസരിച്ചുള്ള വിവരത്തിലാണ് നമ്മൾ പറഞ്ഞത്. 2 യുവാക്കളായിരുന്നു സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഒരു യുവാവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ് സ്കൂട്ടറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അവർ ആ വണ്ടി എടുക്കാനായി ഇവിടേക്ക് വന്നിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നുള്ള കാര്യവും അവർക്കൊപ്പം വന്നയാള് കൂട്ടുകാരൻ്റെ വണ്ടിയാണ് എന്നുള്ളതാണ് നമ്മളോട് സംസാരിച്ച ചെറുപ്പക്കാരൻ പറയുന്നത്. ഈ കാറിൻ്റെയും അവസ്ഥ കാണാം. കാറ് നിലത്ത് മറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു കാറിൻ്റെ എയർ ബാഗ് ചാടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് എയർ ബാഗ് പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കിടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വാഹനം ഇടിച്ച ശേഷം ഈ വാഹനവും മറിഞ്ഞിട്ടുണ്ട്. ഈ ഓട്ടോറിക്ഷ മാത്രമല്ല മറിഞ്ഞത്. ഈ കാറിൻ്റെ ഈ ഭാഗം മുഴുവൻ, ഒരു സൈഡ് മുഴുവൻ നിലത്ത് ടാറിൽ ഉരഞ്ഞതിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 2 വാഹനവും മറിഞ്ഞു എന്നുള്ളതാണ്. ഈ കാറും അതോടൊപ്പം തന്നെ ഈ തൊട്ടപ്പുറം കിടക്കുന്ന ഓട്ടോയും കിടക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കാറും ഓട്ടോയും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കാറിന് തീപിടിച്ചില്ല എന്നുള്ളത് മാത്രമാണ്. ഓട്ടോയാണെങ്കിൽ ഓട്ടോയുടെ എഞ്ചിൻ വേർപെട്ട് മറ്റൊരു സ്ഥലത്ത് കിടക്കുകയാണ്. അത് കുറച്ച് ദൂരത്തിൽ മാറി കിടക്കുന്ന അവസ്ഥയിലാണ് ഓട്ടോയുടെ എഞ്ചിനുള്ളത്. അങ്ങനെ
ആണ് അപകടം സംഭവിച്ചത്. ഇതിൽ വ്യക്തത വരണമെങ്കിൽ കൂടുതൽ ഭീകരത മനസ്സിലാവുന്നുണ്ട്. കാരണം ആ ഓട്ടോയും അതേപോലെ കാറിന്റെയും ഒക്കെ അവസ്ഥ കാണുമ്പോൾ തന്നെ എത്ര വലിയൊരു അപകടമാണ് ഉണ്ടായതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു അമ്മയും ഒരു യുവാവുമായിരുന്നു ആ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഇവരുടെയൊക്കെ ആരോഗ്യ സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? അമൽ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? കേശവദാസപുരം സ്വദേശിയാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്ന ആൾ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാർ പറയുന്നത്. മറ്റ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഈ മറ്റാളുകളുടെ പരിക്ക് സംബന്ധിച്ച കാര്യത്തിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത്യന്തം ഗുരുതരമായ ഒരു അവസ്ഥയില്ല എന്നുള്ള കാര്യമാണ്. എങ്കിലും ഈ പറയുന്ന സ്കൂട്ടറിൽ വന്ന ആളുകളുടെ അപകടം അവർ വീണതിനെ തുടർന്നുണ്ടായ അവർക്ക് പറ്റിയ പരിക്കും മറ്റുമൊക്കെയുണ്ട്. എന്തായാലും ഇവിടേക്ക് ആളുകൾ നിരവധി പേര് എത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു അപകടമാണ്. ഇപ്പം വലിയൊരു ഓട്ടോയും കാറും കൂട്ടിയിടിച്ചതിന്റെ ഒരു ഭീകരാവസ്ഥ മാത്രമല്ല, ഇവിടെ വരുമ്പോൾ കാണുന്നത് തീ പിടിച്ച് കിടക്കുന്ന വാഹനങ്ങളടക്കമാണ്. കൗൺസിലർമാരടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട്.